മുണ്ടക്കയിൽ രക്ഷാപ്രവർത്തനം നടത്തിയ സൈനികരിൽ ഒരു വിഭാഗം ഇന്ന് മടങ്ങുന്ന സൈനികർക്ക് കളക്ടറേറ്റിലെ യാത്രയയപ്പ് നൽകി. വൈകാരികമായ ഘട്ടത്തിലാണ് സൈന്യം ഒപ്പം നിന്നതെന്നും ടീമിലെ അംഗങ്ങൾ പോകുന്നതിൽ വേദനയുണ്ടെന്നും മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞു. ഇവിടെ ആർമിയും നേവിയും ഈ ദുരന്തഘട്ടത്തിൽ നടത്തിയിട്ടുള്ള സേവന പ്രവർത്തനങ്ങൾ, രക്ഷാപ്രവർത്തനങ്ങൾ വാക്കുകൾ കൊണ്ട് വിവരിക്കുന്നതിന്റെ അപ്പുറത്താണ്. ഈ ദുരന്തമുണ്ടായ ഘട്ടത്തിൽ തന്നെ അവർ സംസ്ഥാന സർക്കാരിന്റെ അഭ്യർത്ഥന മാനിച്ച് അവർക്ക് നിർദ്ദേശം വന്നതിന്റെ ഭാഗമായി പെട്ടെന്ന് തന്നെ ഇവിടെ എത്തി. ഒരു നിമിഷം പോലും വൈകാതെ അവരിവിടെ എത്തി എന്നുള്ളതാണ്. എത്തിയത് മുതൽ ഇതുവരെ എന്തൊക്കെയാണ് അവർക്ക് ചെയ്യാനാവുക, സാധ്യമാകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതെല്ലാം ഒരു ടീമായി നിന്നുകൊണ്ട് ചെയ്തു എന്നുള്ളതാണ്. Such type of thing should not be happen first of all, but we were here and this could be possible just because of the local population, local administration. They were really kind enough in terms of food, in terms of accommodation. We could do it. It is just possible because of their help. Every day we were going with the new hope, and just because of the support of the people and the morale of the troops, this could be possible. Thank you. Moving to our base. We are located at Kannur. We came all over from the Kannur to this place, so we are going back to Kannur. Just want to thank the honorable ministers, the state government, and especially the local people. And the media has been too supportive. And Indian Armed Forces, that is the Indian Army and Navy, was requisitioned by the government on 30th. And we have worked here hands in hand with each other, and that is how we could get the rescue in time. And we are there for the country, and it is our honor to serve our people. Thank you so much. ഷിദ ജഗത്ത് കൂടുതൽ വിവരങ്ങളുമായി. ഷിദ, സൈന്യത്തിന്റെ ഒരു വിഭാഗം മടങ്ങുമ്പോൾ അവരുടെ കോൺട്രിബ്യൂഷൻ എന്തുമാത്രം വലുതായിരുന്നു എന്നാണ് മന്ത്രി മുഹമ്മദ് റിയാസ് പറയുന്നത്. ഒപ്പം നമ്മൾ അവിടെ നിന്ന് കാണുന്നത് എന്താണ്? നിഷാദെ, നമുക്കറിയാം, ഒരു സൈന്യം ഇവിടെ എത്തിയ സമയത്ത് ഇത്രയും വലിയൊരു ദുരന്തമുഖത്ത് നമ്മൾ പകച്ചു നിൽക്കുമ്പോൾ നമ്മുടെ എല്ലാ സേനാ വിഭാഗങ്ങളും ഇവിടെ അതിൻ്റെതായ പങ്ക് വഹിക്കുന്നുണ്ടായിരുന്നു. അതിനിടയിലാണ് സൈന്യം വരികയും ഏറ്റവും എടുത്തു പറയേണ്ടത് ഒരു ബെയിലി പാലം നിർമ്മിച്ചുകൊണ്ട് കൂടുതൽ രക്ഷാപ്രവർത്തനം കൂടുതൽ സാധ്യമാക്കുന്നു. അതിനും അപ്പുറത്തേക്ക് അവർ വന്നപ്പോൾ ലഭിച്ചിരിക്കുന്ന ഒരു ധൈര്യവും മറ്റും ചെറുതല്ല എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് കാണാവുന്ന ദൃശ്യങ്ങൾ. വയനാട് കലക്ട്രേറ്റിലാണ് സൈന്യത്തിനുള്ള യാത്രയയപ്പ് നൽകിയിരിക്കുന്ന ഒരു വിഭാഗമാണ് ഇവിടെ നിന്നും മടങ്ങുന്നത്. നമ്മുടെ നേരത്തെയൊക്കെ നമ്മുടെ വിഷ്വലിലുണ്ടായിരുന്ന ആളുകൾ ഓരോരുത്തരെയും അവർ രക്ഷിച്ചു കൊണ്ടുവരുന്ന, റെസ്ക്യൂ ചെയ്ത് കൊണ്ടുവരുമ്പോൾ അവരുടെയൊക്കെ മുഖത്തുണ്ടായിരുന്ന സംതൃപ്തിയൊക്കെ നമ്മൾ കണ്ടതാണ്. അങ്ങനെയുള്ള ആളുകളാണ് ഇപ്പോൾ മടങ്ങുന്നത്. അവർക്കെല്ലാം നമ്മൾ തന്നെ ഒരു മൊമെന്റും ഒക്കെ നൽകിയിട്ടാണ് പറഞ്ഞു വിടുന്നത്. സർ, ഐ നോ ദാറ്റ്സ് യുവർ ജോബ്, ബട്ട് വി നെവർ forget you. That is our pleasure, and this operation could be successful because of the support of everyone, others in uniform like civil forces, police, and SGO, NDRF, Navy, and everyone. So everyone supported, and most of the thing, the civil administration, the locals which we have supported. We were not thinking about our shelters, food, and everything. We were concentrating only on the ops, and we did our best. We did our bit. This was our duty, call of duty, and I think this was the thing where we work as a team and made successful this operation. The main aim of this operation was to rescue actually. Though now still operation is on. Operation is not over, but still operation is on. But the rescue is over. So at least I think we did our best. Thank you. പറഞ്ഞിരിക്കുന്നത് ഓരോ ജീവനും രക്ഷിക്കുക എന്നുള്ളത് തന്നെയായിരുന്നു അവരുടെ ഉത്തരവാദിത്വം എന്നുള്ളതാണ്. അത് നിറവേറ്റിക്കൊണ്ടാണ് അവർ മടങ്ങുന്നത് എന്നുള്ള ഒരു സംതൃപ്തി കൂടി പങ്കുവെക്കുകയാണ്. നമുക്കിപ്പോൾ മന്ത്രി മുഹമ്മദ് റിയാസ് കൂടെ ചേരുകയാണ്. വളരെ വികാരപരമായ ഒരു യാത്രയയപ്പ് കൂടിയാണ്. തീർച്ചയായിട്ടും ഇവര് വന്നത് മുതൽ ഇതുവരെ ഞങ്ങളൊരു ഒരു ശരീരവുമായിട്ടാണ് പ്രവർത്തിച്ചത്. ഈ കൈ പിടിച്ചതിൽ അവരുണ്ടെന്ന്. അതെ. അപ്പോൾ അവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും അവർ ചെയ്തു. അപ്പോൾ അവരുടെ വിടവാങ്ങൽ അനിവാര്യമാണ്. മറ്റു പല ഉത്തരവാദിത്വമുണ്ട്. എന്നാൽ അങ്ങനെയൊക്കെ ആണെങ്കിലും ഒരു ക്രൈസിസ് പീരീഡിൽ ഒരുമിച്ച് നിന്ന ഒരു ടീം അംഗം പോകുമ്പോഴുള്ള വല്ലാത്തൊരു മനോവേദന ഞങ്ങളെല്ലാവർക്കും ഉണ്ട്. എല്ലാ നിലയിലും അവരിടപെട്ടു. ബെയിലി പാലം
സമയബന്ധിതമായി നിർമ്മിച്ചത് രക്ഷാദൗത്യത്തിന് ഏറെ സഹായകരമായി. ഓരോ കാര്യത്തിൽ അവർ ഇടപെട്ടു. റെസ്ക്യൂ ഓപ്പറേഷൻ, ജീവനുള്ളവരെ ജീവൻ സംരക്ഷിക്കാൻ വേണ്ടി നടത്തിയ പ്രവർത്തനം, അതാണല്ലോ അവരുടെ പ്രധാന ഉത്തരവാദിത്തം. അത് അവർ ഭംഗിയായി നിർവഹിച്ചു. ഞങ്ങളെല്ലാവരും സംസ്ഥാന സർക്കാരിൻ്റെ എല്ലാ സംവിധാനങ്ങളും മറ്റെല്ലാവരും ഒരുമിച്ച് നിന്നു. ആ നിലയിൽ ഒരു ടീമായി, ഒരു മനസ്സും ഒരു ശരീരമായി മുന്നോട്ട് പോയി. ഇപ്പൊ നമുക്ക് ഇവിടെ എത്ര പേരാണ് മടങ്ങുന്നത്? അവരുടെ എണ്ണം കൃത്യമായിട്ട് ഇപ്പോൾ കലക്ടർ പറഞ്ഞല്ലോ, ഒരു വിഭാഗമാണ് പോകുന്നത്, മറ്റൊരു വിഭാഗം ഇനി ഇവിടെ ഉണ്ടാവും. ഈ സെർച്ചിലൊക്കെ അവരുണ്ടാവും. അവരിപ്പോൾ ഉള്ള ഉത്തരവാദിത്തം നിർവഹിക്കും. Yes, ma'am. So your experience? Ma'am, this was an incident which has happened. Sadly, it was a disaster which has happened. However, the state government has requisitioned us in time. I got a call from the chief secretary early morning, 4:47, and thereafter we landed here. And since 30th, we are here. And I really want to put on record the effort and the cooperation and the support which we have got from the state administration and the honorable ministers which are present here. They have assisted us every day, every moment they were there with us. Every evening we had a coordinating conference. We could see the the leadership on the ground. It is the armed forces, we were working on ground, but the support which was required was certainly provided by the state ADM and the honorable ministers over here. We are thankful to the government of Kerala. And though the orders, that is the de-requisitioning has happened for the armed forces, and I just want to say that we might leave, but our heart remains with the people of Kerala, of Wayanad, and especially with the people of Mapudi. It's a very emotional feeling for us. Yeah. Thank you, sir. We salute you. Thank you. അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ വളരെ ഇമോഷണൽ ആയിട്ടുള്ളൊരു ഫീലിങ്ങിനോട് കൂടിയാണ് മടങ്ങുന്നത് എന്നുള്ളതാണ്. എന്തായാലും നമുക്കറിയാം അവർ ഇവിടെ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് അത്രത്തോളം നമുക്ക് എത്രത്തോളം സപ്പോർട്ട് തന്നു. ഈ ഒരു ദുരന്തമുഖത്തെ ഇതിനെ കരകയറാൻ, ഇതിൽ ഒരു ആളുകളുടെ ജീവൻ രക്ഷിക്കാൻ, ഓരോ ജീവൻ, അതായത് അവിടെ അവശേഷിക്കുന്ന കുറേ പേർ നമുക്ക് ഒഴുകിപ്പോയി, കുറേ പേരുടെ ജീവൻ നഷ്ടമായിരുന്നു. പക്ഷേ അവശേഷിക്കുന്നവരുടെ ജീവൻ രക്ഷിക്കാൻ അവർ എത്രത്തോളം സൈനികർ നമുക്കൊപ്പം നിന്നു എന്നുള്ളതിനെ നമുക്ക് മനസ്സിലാവുന്ന കാര്യമാണ്. അത് നമ്മൾ ഇത്രയും മണിക്കൂറുകൾ കൊണ്ട് നമ്മൾ ഇത്രയും പെട്ടെന്ന് ഒരു പാലം, ഒരു രണ്ട് കരകളെ ബന്ധിപ്പിക്കാൻ ഇത്രയും പെട്ടെന്ന് ഒരു പാലം നിർമ്മിക്കാൻ സാധിക്കുമോ എന്ന് കരുതിയിരുന്നിടത്ത് പെട്ടെന്ന് തന്നെ ഒരു പാലം നിർമ്മിക്കുകയും 26 മണിക്കൂറുകൾക്കുള്ളിൽ ഒരു പാലം നിർമ്മിക്കുകയും ആ പാലത്തിലൂടെ റെസ്ക്യൂ കൂടുതൽ സാധ്യമാക്കുകയും ചെയ്തുകൊണ്ടാണ് അവർ മടങ്ങുന്നത്. ഇവരിവിടെ നിന്ന് പോകുമ്പോൾ വലിയ ജില്ലാ ഭരണകൂടവും മന്ത്രി മുഹമ്മദ് റിയാസ് ഉൾപ്പെടെയുള്ള മന്ത്രിമാരെല്ലാം തന്നെ ഇവരെ അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്. കാരണം അവരുടെ സേവനം എന്ന് പറയുന്നത് ഒരിക്കൽ പോലും നമുക്ക് കുറച്ച് കാണിക്കാൻ പറ്റില്ല. കാരണം അവർ ഇവിടെ ഉണ്ടായിരുന്നപ്പോൾ വലിയൊരു ധൈര്യം തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. എല്ലാ കാര്യത്തിലും വലിയൊരു ധൈര്യം തന്നുകൊണ്ടാണ് സൈന്യം മടങ്ങുന്നത്. മുഴുവൻ പേരും മടങ്ങുന്നില്ല, കുറച്ചു പേർ ഇവിടെ ഉണ്ടാകും എന്നുള്ളതാണ്.